ഇന്ത്യൻ സമ്പദ്ഘടനയെ സമൂലം പൊളിച്ചെഴുതിയ ഡോക്ടർ മൻമോഹൻ സിംഗിന് യമുനാ തീരത്തെ നിഗംബോധ്ഘട്ടിൽ അന്ത്യവിശ്രമം. മൻമോഹൻ അമർ രഹേ എന്ന മുദ്രാവാക്യം വിളികളുമായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായ പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ പ്രൗഢമായിരുന്നു വിടവാങ്ങൽ. രാഷ്ട്രത്തിൻ്റെ വികസനത്തിലും ഉയർച്ചയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നായിരുന്നു കേന്ദ്രമന്ത്രിസഭയുടെ അനുശോചന പ്രമേയം. അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ പ്രമുഖ രാഷ്ട്രതന്ത്രജ്ഞനെയും സാമ്പത്തിക വിദഗ്ധനെയും അതുല്യനായ നേതാവിനെയുമാണ് നഷ്ടമായതെന്നും പ്രമേയം കൂട്ടിച്ചേർത്തു. നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം കോൺഗ്രസിൽ നിന്നും 10 വർഷം തുടർച്ചയായി ഭരിച്ച പ്രധാനമന്ത്രി കൂടിയായിരുന്നു മൻമോഹൻ. നരസിംഹറാവുവിൻ്റെ കാലത്താണ് രാഷ്ട്രീയക്കാരനല്ലാത്ത മൻമോഹൻ സിംഗ് ധനമന്ത്രിയാകുന്നത്. തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ഒറ്റമൂലിയായിരുന്നു മൻമോഹൻ. ധനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം മൻമോഹൻ സിംഗ് നടത്തിയ ആദ്യ പത്രസമ്മേളനം തന്നെ പൊളിച്ചെഴുത്തിൻ്റെ സൂചനകൾ നൽകി. ആ പ്രഖ്യാപനങ്ങൾ രാജ്യത്ത് അതുവരെ പിന്തുടർന്നിരുന്ന നയങ്ങളുടെ മാറ്റിപ്പണിയലും ഭാവികാല സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വിളംബരങ്ങളുമായി. ധനമന്ത്രിയുടെ നയങ്ങൾ ധനികാനുകൂലമാണെന്ന് ജനങ്ങൾക്ക് തോന്നിയതാണ് 1996 കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളായതെന്ന് അക്കാലത്ത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയുണ്ടായി. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാതെയാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. ദുർബലനായ പ്രധാനമന്ത്രിയെന്നും സോണിയാഗാന്ധിയുടെ വിധേയനെന്നും രാഷ്ട്രീയ എതിരാളികൾ പരിഹസിച്ചപ്പോഴും അദ്ദേഹത്തിന് നീരസമുണ്ടായില്ല. പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷക്കാലത്ത് ഒട്ടേറെ മധ്യ ഇടതുനയ പരിപാടികൾ രാജ്യത്ത് നടപ്പാക്കി. ഭൂമി ഏറ്റെടുക്കലിനുള്ള നിയമനിർമ്മാണവും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും ഇക്കൂട്ടത്തിൽ പെടുന്നു. തൻ്റെ സർക്കാരിനുള്ള ഇടതു പിന്തുണ നഷ്ടപ്പെടുത്തിക്കൊണ്ട് 2008 ഇന്ത്യ US ആണവ കരാറുമായി മുന്നോട്ടു പോയതാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ കൈക്കൊണ്ട ഏറ്റവും സ്ഥൈര്യമാർന്ന തീരുമാനം. വ്യക്തിപരമായ സത്യസന്ധതയ്ക്കും ലളിത ജീവിതശൈലിക്കും പേരുകേട്ടയാളെങ്കിലും മന്ത്രിസഭയിലെ സഹപ്രവർത്തകരുടെ അഴിമതികൾ കണ്ടില്ലെന്ന് നടിച്ചത് ഏറെ ആക്ഷേപത്തിന് കാരണമായി. കറപുരളാത്ത നേതാവ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ 2G, കൽക്കരി, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി കേസുകൾ കുറച്ചൊന്നുമല്ല ബാധിച്ചത്. മിണ്ടാതെയിരുന്ന മൻമോഹനെ മൗൻമോഹൻ സിംഗ് എന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ അടിമ എന്നുവരെ മൻമോഹനെ 2014 പൊതുതെരഞ്ഞെടുപ്പ് കാലത്ത് BJP ആരോപിച്ചു. 1982-85 കാലത്ത് റിസർവ് ബാങ്ക് ഗവർണറായും പ്രവർത്തിച്ചു. രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായും UGC അധ്യക്ഷ പദവിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1987 രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു.